ഹലോ എവ്രി വൺ, നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസ് ഓഫ് ലോവർ ലിംബാണ്. നമ്മുടെ അനാറ്റമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫിസിയോതെറാപ്പിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണിത്. അതായത് മസിൽസ് ഓഫ് ലോവർ ലിംബ്. നമ്മൾ എല്ലാ മസിൽസും അറിഞ്ഞിരിക്കണം അല്ലേ? സോ നമുക്ക് നോക്കാം ഏതൊക്കെ മസിൽസ് ഉണ്ടെന്ന്. അതിൻ്റെ നെർവ് സപ്ലൈയും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, കേട്ടല്ലോ. സോ മസിൽസ് ഓഫ് ലോവർ ലിംബ് ഇതുണ്ടല്ലോ. നമ്മൾ ലോവർ ലിംബിലെ മസിൽസ് നമ്മൾ പഠിക്കാൻ എളുപ്പത്തിനായിട്ട് 6 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, 6 സെഷൻ അല്ലെങ്കിൽ 6 കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കുന്നത്, കേട്ടല്ലോ. സോ ഫസ്റ്റത്തെ കമ്പാർട്ട്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രണ്ട് ഓഫ് തൈ. നമ്മുടെ തൈയിലെ ഫ്രണ്ട് മസിൽസാണ് നമ്മളിപ്പോൾ പഠിക്കാൻ നോക്കുന്നത്. ഓക്കെ, ഫ്രണ്ട് ഓഫ് ദ തൈ. നമ്മുടെ കാലിലെ ഫ്രണ്ട് ഓഫ് ദ തൈയിലുള്ള മസിൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിനെ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫ് തൈയിനെ നമ്മൾ എന്ത് പറയും? ആൻറ്റീരിയർ അല്ലെങ്കിൽ എക്സ്റ്റെൻസർ കമ്പാർട്ട്മെൻറ്റ് എന്ന് വിളിക്കും. ആൻറ്റീരിയർ ഓർ എക്സ്റ്റെൻസർ കമ്പാർട്ട്മെൻറ്റ്. നമ്മളിതിനെ ആൻറ്റീരിയർ ഓർ എക്സ്റ്റെൻസർ കമ്പാർട്ട്മെൻറ്റ് എന്ന് നമ്മൾ ഫ്രണ്ട് ഓഫ് ദ തൈ നമ്മൾ പറയും. ഓക്കെ, ആൻറ്റീരിയർ ഓർ എക്സ്റ്റെൻസർ കമ്പാർട്ട്മെൻറ്റ്. സോ ഫ്രണ്ട് ഓഫ് ദ തൈ എന്ന് പറയുന്നത് ആൻറ്റീരിയർ അല്ലെങ്കിൽ എക്സ്റ്റെൻസർ കമ്പാർട്ട്മെൻറ്റ് എന്ന് നമ്മളതിനെ പറയും. അപ്പോൾ ഏതൊക്കെ മസിൽസാണ് വരുന്നത് നോക്കാം. ഒന്നാമത്തെ മസിലാണ് ഫസ്റ്റ് മസിൽ ഇസ് സാർട്ടോറിയസ്. ഫസ്റ്റ് മസിൽ ഏതാണ്? സാർട്ടോറിയസ്. ഓക്കെ, സെക്കൻഡ് മസിൽ എന്ന് പറയുന്നത് ക്വാഡ്രിസെപ്സ് ഫീമോറിസ്. സെക്കൻഡ് മസിൽ ഇസ് ക്വാഡ്രിസെപ്സ് ഫീമോറിസ്. ഓക്കെ, ഈ ക്വാഡ്രിസെപ്സ് ഫീമോറിസ് എന്ന് പറയുന്നത് ടോട്ടൽ 4 മസിൽസ് ആണുള്ളത് ക്വാഡ്രിസെപ്സ് ഫീമോറിസിൽ. അതിലൊന്നാമത്തെയാണ് റെക്ടസ് ഫീമോറിസ്, വാസ്റ്റസ് ലാറ്ററാലിസ്, വാസ്റ്റസ് മീഡിയാലിസ്, വാസ്റ്റസ് ഇന്റർമീഡിയാലിസ്. ഓക്കെ, സോ ഫസ്റ്റ് മസിൽ ഇസ് സാർട്ടോറിയസ്. രണ്ടാമത്തെ മസിൽ ഏതാ? ക്വാഡ്രിസെപ്സ് ഫീമോറിസ്. ക്വാഡ്രിസെപ്സ് ഫീമോറിസ് എന്ന് പറയുന്നത് 4 മസിൽസ് കൂടെ ഉണ്ടാക്കിയ സാധനമാണ് ക്വാഡ്രിസെപ്സ് ഫീമോറിസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് 4 മസിൽസ്? റെക്ടസ് ഫീമോറിസ്, വാസ്റ്റസ് ലാറ്ററാലിസ്, വാസ്റ്റസ് മീഡിയാലിസ്, വാസ്റ്റസ് ഇന്റർമീഡിയാലിസ്. പിന്നെ ഒരു ചെറിയൊരു മസിലും കൂടെ ഉണ്ട്, ആർട്ടിക്കുലാരിസ് ജെനു. ആർട്ടിക്കുലാരിസ് ജെനു. ഓക്കെ, സോ നമ്മുടെ ഫ്രണ്ട് ഓഫ് ദ തൈ, അതായത് നമ്മുടെ കാലിൻ്റെ മുന്നിൽ തൊടയുടെ മുൻവശത്ത് ഫ്രണ്ട് ഓഫ് ദ തൈയിലുണ്ടാവുന്നത് ടോട്ടൽ 1 2 എന്ന് പറയുന്നത് ഈ 4 ഉണ്ട്, പിന്നെ 3. ഇത്ര മസിൽസാണ് നമ്മുടെ ഫ്രണ്ട് ഓഫ് ദ തൈയിലുള്ളത്. ഫ്രണ്ട് ഓഫ് ദ തൈനെ വേറൊരു പേരും പറയും ആൻറ്റീരിയർ, അല്ലെങ്കിൽ ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്റ്റെൻസർ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, അതിൽ ഏതൊക്കെ മസിലാണ് ഫ്രണ്ട് ഓഫ് ദ തൈയിൽ വരുന്നത്? ഒന്നാമത്തെ സാർട്ടോറിയസ്. നെക്സ്റ്റ് വൺ ഇസ് ക്വാഡ്രിസെപ്സ് ഫീമോറിസ്. Quadriceps femoris is made up of 4 muscles. ഏതൊക്കെയാണ്? റെക്ടസ് ഫീമോറിസ്, വാസ്റ്റസ് ലാറ്ററാലിസ്, വാസ്റ്റസ് മീഡിയാലിസ്, വാസ്റ്റസ് ഇന്റർമീഡിയാലിസ്. പിന്നെ മൂന്നാമത്തെയാണ് ആർട്ടിക്കുലാരിസ് ജെനു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കമ്പാർട്ട്മെൻറ്റിലോട്ട് കിടക്കാം. രണ്ടാമത്തേന്ന് പറയുന്നത് ബാക്ക് ഓഫ് തൈ. നമ്മുടെ കാലിൻ്റെ ബാക്ക് എന്ന് വെച്ചാൽ തൊടയുടെ ബാക്കിൽ ഏതൊക്കെ മസിൽസാണ് നോക്കാം. ബാക്ക് ഓഫ് ദ തൈ. ബാക്ക് ഓഫ് ദ തൈ ഇസ് ഓൾസോ നോൺ ആസ്, നമ്മളതിനെ വേറൊരു പേര് കൂടെ പറയും, ഹാംസ്ട്രിങ്സ്. ഹാംസ്ട്രിങ്സ്. ഓക്കെ, ബാക്ക് ഓഫ് ദ തൈനെ വേറെ പേരും പറയും, അതാണ് ഹാംസ്ട്രിങ്സ്. ഓക്കെ, ഹാംസ്ട്രിങ്സ്. ബാക്ക് ഓഫ് ദ തൈനെ വേറെ, ഇപ്പോൾ ഫ്രണ്ട് ഓഫ് ദ തൈനെ നമ്മൾ ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്റ്റെൻസർ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. സോ അതുപോലെ തന്നെ ബാക്ക് ഓഫ് ദ തൈനെ നമ്മൾ പറയുന്നതാണ് ഹാംസ്ട്രിങ്സ്. ഏതൊക്കെ മസിലാണ് വരുന്നത് നോക്കാം. ഹാംസ്ട്രിങ്സ് എന്ന് പറയുന്നത് 4 മസിലാണ്
ഹാംസ്ട്രിങ്സിന് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 4 മസിൽസ്. ഓക്കെ, അതേതൊക്കെയാണ്? സെമി ടെൻഡിനോസസ്, സെക്കൻഡ് വൺ ഇസ് സെമി മെംബ്രനോസസ്, third is biceps femoris, fourth is adductor magnus. Okay, back of the thigh, hamstrings. Back of the thigh ne vera പേര് പറയും hamstrings എന്ന്. സോ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹാംസ്ട്രിങ്സ് എന്ന് പറയുന്നത് 4 മസിലാണ് ഉള്ളത് ഹാംസ്ട്രിങ്സിൽ. അതായത് സെമി ടെൻഡിനോസിസ്, സെമി മെംബ്രനോസിസ്, ബൈസെപ്സ് ഫീമോറിസ്, അഡക്ടർ മാഗ്നസ്. സോ ഇതാണ് നമ്മുടെ ബാക്ക് ഓഫ് ദ തൈയിൽ വരുന്ന മസിൽസ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ കമ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് നോക്കാം. ബാക്ക് ഓഫ് ദ തൈയിൽ വരുന്ന മസിൽസ് ആണ് 4 സെമി ടെൻഡിനോസിസ്, സെമി മെംബ്രനോസിസ്, ബൈസെപ്സ് ഫീമോറിസ് ആൻഡ് അഡക്ടർ മാഗ്നസ്. സോ നെക്സ്റ്റ് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മീഡിയൽ സൈഡ് ഓഫ് ദ തൈ. തേർഡ് കമ്പാർട്ട്മെൻ്റ് ആണ് മീഡിയൽ സൈഡ് ഓഫ് thigh. ഓക്കെ, മീഡിയൽ സൈഡ് ഓഫ് ദ തൈ. ഇതിനെ വേറെ പേര് പറയും. അതായത് ഈ മീഡിയൽ സൈഡ് ഓഫ് ദ തൈനെ പറയുന്ന പേരാണ് അഡക്ടർ കമ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അഡക്ടർ കമ്പാർട്ട്മെൻറ്റ്. സോ അഡക്ടർ കമ്പാർട്ട്മെൻറ്റിൽ വരുന്ന മസിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അഡക്ടർ കമ്പാർട്ട്മെൻറ്റ്സിൽ 5 മസിൽസ്, 5 മസിൽസാണ് വരുന്നത് അഡക്ടർ കമ്പാർട്ട്മെൻറ്റ്. സോ നമ്മുടെ അഡക്ടർ കമ്പാർട്ട്മെൻറ്റ്സിൽ എത്ര മസിൽസാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് അഡക്ടർ ലോംഗസ്, അഡക്ടർ ബ്രീവിസ്, third is adductor magnus, next is fourth is gracilis, fifth one is pectineus. Okay, so മൂന്നാമത്തെയാണ് നമ്മുടെ അഡക്ടർ കമ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 5 മസിൽസ് വരുന്നുണ്ട്. അപ്പോൾ അഡക്ടർ കമ്പാർട്ട്മെൻറ്റ്സ് 3 തന്നെ അഡക്ടർ വെച്ചിട്ട് അഡക്ടർ ലോംഗസ്, അഡക്ടർ ബ്രീവിസ്, അഡക്ടർ മാഗ്നസ്, ഗ്രാസിലസ്, പെക്ടീനിയസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ടോട്ടൽ 3 കമ്പാർട്ട്മെൻറ്റ്സിനെ കുറിച്ചാണ് പഠിച്ചെടുക്കുന്നത്. ഒന്നാമത്തെ ഫ്രണ്ട് ഓഫ് ദ തൈ, അതിനെ ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്റ്റൻസർ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. അതിൽ ഏതൊക്കെ മസിൽസാണ്? സാർട്ടോറിയസ്, ക്വാഡ്രിസെപ്സ് ഫീമോറിസ്. 4 മസിൽസ് വെച്ചിട്ടാണ്. റെക്ടസ് ഫീമോറിസ്, വാസ്റ്റസ് ലാറ്ററലിസ്, വാസ്റ്റസ് മീഡിയാലിസ്, വാസ്റ്റസ് ഇൻ്റർമീഡിയാലിസ്, പിന്നെ ആർട്ടിക്കുലാറിസ് ജെനു. അങ്ങനെയാണ് ഫ്രണ്ട് ഓഫ് ദ തൈയിൽ വരുന്ന മസിൽസ്. അടുത്തത് ബാക്ക് ഓഫ് ദ തൈ. ബാക്ക് ഓഫ് ദ തൈനെ ഹാംസ്ട്രിങ്സ് എന്ന് പറയും. 4 മസിൽസ് ഉണ്ട്. സെമി ടെൻഡിനോസിസ്, സെമി മെംബ്രനോസിസ്, ബൈസെപ്സ് ഫീമോറിസ് ആൻഡ് അഡക്ടർ മാഗ്നസ്. മൂന്നാമത്തെയാണ് മീഡിയൽ സൈഡ് ഓഫ് ദ തൈ. അതിനെ അഡക്ടർ കമ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് പറയുക. 5 മസിൽസാണ് വരുന്നത്. അഡക്ടർ ലോംഗസ്, അഡക്ടർ ബ്രീവിസ്, അഡക്ടർ മാഗ്നസ്, ഗ്രാസിലസ് ആൻഡ് പെക്ടീനിയസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോക്കാം. സോ നമുക്കിനി അടുത്ത കമ്പാർട്ട്മെൻറ്റ് നോക്കാം. നെക്സ്റ്റ് 4ാമത്തെ കമ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ലെഗ്. ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് leg and dorsum of foot ഓക്കെ. സോ നമ്മുടെ 4ാമത്തെ കമ്പാർട്ട്മെൻ്റ് ആണ് ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ലെഗും ആൻഡ് ഡോർസം ഓഫ് ദ ഫുട്ടും. ഓക്കെ, ദിസ് ഈസ് അവർ 4th കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ 4th കമ്പാർട്ട്മെൻറ്റിൽ വരുന്ന മസിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ടിബിയാലിസ് ആൻറ്റീരിയർ. ആൻറ്റീരിയർ ആണല്ലോ, അപ്പോൾ ടിബിയാലിസ് anterior. Second is extensor hallucis longus. Third മൂന്നാമത്തെയാണ് extensor digitorum
ലോങ്കസ്. ഓക്കെ, എക്സ്റ്റൻസർ ഡിജിറ്റോറം ലോങ്കസ്. അടുത്തത് പെറോണിയസ് ടെറിറ്റസ്. അഞ്ചാമത്തെ മസിലാണ് എക്സ്റ്റൻസർ ഡിജിറ്റോറം ബ്രീവിസ്. ഓക്കെ, സോ നമ്മുടെ നാലാമത്തെ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ലെഗ്, അതുപോലെ തന്നെ ഡോർസം ആൻഡ് ഡോർസം ഓഫ് ദ ഫുട്ട്. ഓക്കെ, ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ലെഗും ഡോർസം ഓഫ് ദ ഫുട്ടാണ് നമ്മുടെ നാലാമത്തെ കമ്പാർട്ട്മെൻറ്റ്. അതിൽ എത്ര 5 മസിൽസ് വരുന്നുണ്ട്. ഒന്ന് ടിബിയാലിസ് ആൻറ്റീരിയർ, നെക്സ്റ്റ് എക്സ്റ്റൻസർ ഹാലൂസിസ് ലോങ്കസ്, അടുത്തത് എക്സ്റ്റൻസർ ഡിജിറ്റോറം ലോങ്കസ്, നാലാമത്തെ പെറോണിയസ് ടെറിറ്റസ്, അഞ്ചാമത്തെ എക്സ്റ്റൻസർ ഡിജിറ്റോറം ബ്രീവിസ്. ഓക്കെ, അടുത്തത് നമ്മുടെ അഞ്ചാമത്തെ കമ്പാർട്ട്മെൻറ്റ് നോക്കാം. സോ ഫിഫ്ത്ത് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ബാക്ക് ഓഫ് ലെഗ്. അതാണ് നമ്മുടെ ഫിഫ്ത്ത് കമ്പാർട്ട്മെൻറ്റ്. അതിൽ ഫിഫ്ത്ത് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ബാക്ക് ഓഫ് ദ ലെഗ് ആണ്. അതിൽ സൂപ്പർഫിഷ്യൽ മസിൽസും ഉണ്ട്, ഡീപ്പ് മസിൽസും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സൂപ്പർഫിഷ്യൽ മസിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സൂപ്പർഫിഷ്യൽ മസിൽസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഗ്യാസ്ട്രോണിമസ്, സെക്കൻഡ് വൺ ഇസ് സോളിയസ്, മൂന്നാമത്തെ പ്ലാന്റാറിസ്. ഓക്കെ, അപ്പോൾ സൂപ്പർഫിഷ്യൽ മസിൽസ് ബാക്ക് ഓഫ് ദ തൈല് ഫസ്റ്റ് സൂപ്പർഫിഷ്യൽ മസിൽസ് പറഞ്ഞാൽ ഏതാ? ഏറ്റവും മേലത്തെ ലെയറിൽ കാണുന്ന മസിൽസാണ്. അതിൽ 3 മസിൽസാണുള്ളത്, ഗ്യാസ്ട്രോണിമസ്, സോളിയസും പ്ലാന്റാറിസും. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ഓഫ് ദ ലെഗിൽ ഡീപ്പ് മസിൽസും ഉണ്ട്. ഡീപ്പ് മസിൽസ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോപ്ലിറ്റിയസ്, ഫ്ലെക്സർ ഡിജിറ്റോറം ലോങ്കസ്, അടുത്തത് ഫ്ലെക്സർ ഡിജിറ്റോറം ലോങ്കസ്, മൂന്നാമത്തെ ഫ്ലെക്സർ ഹാലൂസിസ് ലോങ്കസ്. നെക്സ്റ്റ് നാലാമത്തെയാണ് ടിബിയാലിസ് പോസ്റ്റീരിയർ. ഓക്കെ, സോ ബാക്ക് ഓഫ് ദ ലെഗിൽ സൂപ്പർഫിഷ്യൽ മസിൽസും ഉണ്ട്, ഡീപ്പ് മസിൽസും ഉണ്ട്. സൂപ്പർഫിഷ്യൽ മസിൽസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ്ട്രോണിമസ്, സോളിയസ്, പ്ലാന്റാറിസ്. ഡീപ്പ് മസിൽസ് ഏതൊക്കെയാണ്? പോപ്ലിറ്റിയസ്, ഫ്ലെക്സർ ഡിജിറ്റോറം ലോങ്കസ്, ഫ്ലെക്സർ ഹാലൂസിസ് ലോങ്കസ്, ടിബിയാലിസ് പോസ്റ്റീരിയർ. ഓക്കെ, ഇനി നമുക്ക് ആറാമത്തെ കമ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് നോക്കാം. ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് ഏതാണെന്നറിയോ? അതാണ് ലാറ്ററൽ സൈഡ് ഓഫ് ദ ലെഗ്. ലാറ്ററൽ സൈഡ് ഓഫ് ലെഗ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആറാമത്തെ കമ്പാർട്ട്മെൻറ്റാണ് ലാറ്ററൽ സൈഡ് ഓഫ് ദ ലെഗ്. അവിടെ ലാറ്ററൽ സൈഡ് ഓഫ് ദ ലെഗിൽ ഉള്ളത് പെറോണിയൽ മസിൽസ് ആണുള്ളത്. ഓക്കെ, ഇറ്റ് ഹാസ് ഏത് മസിൽസാ? പെറോണിയൽ മസിൽസ്. അപ്പോൾ ലാറ്ററൽ സൈഡ് ഓഫ് ദ ലെഗിൽ ഉണ്ടാവുന്ന മസിൽസാണ് പെറോണിയൽ മസിൽസ്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ പെറോണിയൽ ലോങ്കസ്, സെക്കൻഡ് വൺ ഇസ് പെറോണിയൽ ബ്രീവിസ്. ഓക്കെ, ലാറ്ററൽ സൈഡ് ഓഫ് ദ ലെഗിലുള്ള മസിൽസ് ഏതൊക്കെയാണ്? പെറോണിയൽ മസിൽസ് ആണ്. അത് പെറോണിയൽ ലോങ്കസും പെറോണിയൽ ബ്രീവിസും. ലാറ്ററൽ സൈഡ് ഓഫ് ദ ലെഗ് പെറോണിയൽ മസിൽസ് ആണുള്ളത്, പെറോണിയൽ ലോങ്കസും പെറോണിയൽ ബ്രീവിസും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മസിൽസ് ഓഫ് ലോവർ ലിംബ് എന്ന് പറയുന്നത്. സോ നമുക്കൊന്നും കൂടി പറയാം. മസിൽസ് ഓഫ് ലോവർ ലിംബ് 6 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തെടുക്കുന്നത്. സോ ഫസ്റ്റത്തെ കമ്പാർട്ട്മെൻറ്റ് ഫ്രണ്ട് ഓഫ് ദ തൈ ആണ്. അത്
അതിനെ ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്റ്റൻസർ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. സോ ഏതൊക്കെ മസിൽസാണ്? സാർട്ടോറിയസ്, ക്വാഡ്രിസെപ്സ് ഫീമോറിസ് 4 ഉണ്ട്, റെക്ടസ് ഫീമോറിസ്, വാസ്റ്റസ് ലാറ്ററാലിസ്, വാസ്റ്റസ് മീഡിയാലിസ് ആൻഡ് വാസ്റ്റസ് ഇൻ്റർമീഡിയാലിസ്. മൂന്നാമത്തെ ആർട്ടിക്കുലാരിസ് ജെനു, അതൊരു ചെറിയ മസിലാണ്. ഓക്കെ. നെക്സ്റ്റ് ബാക്ക് ഓഫ് ദ തൈ, സെമി ടെൻഡിനോസിസ്, സെമി മെംബ്രനോസിസ്, ബൈസെപ്സ് ഫീമോറിസ് ആൻഡ് അഡക്ടർ മാഗ്നസ്. ഈ 4 ഒരുമിച്ച് പറയുന്നതാണ് ഹാംസ്ട്രിങ്സ്. ഓക്കെ. മീഡിയൽ സൈഡ് ഓഫ് ദ തൈ, അതിനെ അഡക്ടർ കമ്പാർട്ട്മെൻറ്റ് എന്നാണ് പറയുക. 5 മസിൽസ് ഉണ്ട്. അഡക്ടർ ലോങ്കസ്, അഡക്ടർ ബ്രീവിസ്, അഡക്ടർ മാഗ്നസ്, ഗ്രാസില്ലസ് ആൻഡ് പെക്ടീനിയസ്. നെക്സ്റ്റ് 4 ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ലെഗ് ആൻഡ് ഡോർസം ഓഫ് ദ ഫുട്ട്. അത് 5 മസിൽസ് ഉണ്ട്. ടിബിയാലിസ് ആൻറ്റീരിയർ, എക്സ്റ്റൻസർ ഹാലൂസിസ് ലോങ്കസ്, എക്സ്റ്റൻസർ ഡിജിറ്റോറം ലോങ്കസ്, പെറോണിയസ് ടെൻറ്റൈസ്, പെറോണിയസ് ടെൻഡിനസ്. 5 എക്സ്റ്റൻസർ ഡിജിറ്റോറം ബ്രീവിസ്. അടുത്തത് ബാക്ക് ഓഫ് ദ ലെഗ്. ബാക്ക് ഓഫ് ദ ലെഗിൽ ഏതൊക്കെയാണ്? സൂപ്പർഫിഷ്യൽ മസിൽസ് ഉണ്ട്, ഡീപ്പ് മസിൽസ് ഉണ്ട്. സൂപ്പർഫിഷ്യൽ മസിൽസിൽ ഗ്യാസ്ട്രോണിമസ്, സോളിയസ്, പ്ലാന്റാറിസ്. ഡീപ്പ് മസിൽസിൽ പോപ്ലിറ്റിയസ്, ഫ്ലെക്സർ ഡിജിറ്റോറം ലോങ്കസ്, ഫ്ലെക്സർ ഹാലൂസിസ് ലോങ്കസ്, ടിബിയാലിസ് പോസ്റ്റീരിയർ. നെക്സ്റ്റ് ലാറ്ററൽ സൈഡ് ഓഫ് ദ ലെഗ്. ഏതാ? പെറോണിയൽ മസിൽസ് ആണുള്ളത്. 2 മസിൽസ് ഉണ്ട്, പെറോണിയൽ ലോങ്കസും പെറോണിയൽ ബ്രീവിസും. ഓക്കെ. നമുക്കിതിൻ്റെ നെർവ് സപ്ലൈയും കൂടെ നോക്കാം. അത് വളരെ ഈസിയാണ് നെർവ് സപ്ലൈ. ഓക്കെ. സോ ഫസ്റ്റ് ഫ്രണ്ട് ഓഫ് ദ തൈയിൽ ഏത് നെർവാണ്? ഫ്രണ്ട് ഓഫ് ദ തൈ കൂടുതലും ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഫ്രണ്ട് ഓഫ് ദ തൈ എന്ന് പറയുന്നത് കൂടുതലും ക്വാഡ്രിസെപ്സ് ഫീമോറിസ് ആണ് ഏറ്റവും മെയിൻ മസിൽ എന്ന് പറയുന്നത് അവിടുത്തെ. സോ ഇറ്റ് ഈസ് സപ്ലൈഡ് ബൈ ഫീമോറൽ നെർവ്. ഓക്കെ. ഫ്രണ്ട് ഓഫ് ദ തൈ ഏത് നെർവ് സപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫീമറൽ നെർവാണ്. ഓക്കെ. ഫ്രണ്ട് ഓഫ് ദ തൈ. ബാക്ക് ഓഫ് ദ തൈ, ബാക്ക് ഓഫ് ദ തൈയിൽ മെയിനായിട്ട് സപ്ലൈ ചെയ്യുന്ന നെർവാണ് ടിബിയൽ പാർട്ട് ഓഫ് സിയാറ്റിക് നെർവ്. ടിബിയൽ പാർട്ട് ഓഫ് സിയാറ്റിക് നെർവ്. ഓക്കെ. അതാണ് നമ്മുടെ ബാക്ക് ഓഫ് ദ തൈ സപ്ലൈ ചെയ്യുന്നത്. അടുത്തത് മീഡിയൽ സൈഡ് ഓഫ് ദ തൈ. അതിൽ സപ്ലൈ ചെയ്യുന്നത് ഒബ്ചുറേറ്റർ നെർവ്. ഒബ്ചുറേറ്റർ നെർവ്. ഓക്കെ. മീഡിയൽ സൈഡ് ഓഫ് ദ തൈ ഈസ് സപ്ലൈഡ് ബൈ, അതല്ലെങ്കിൽ അഡക്ടർ കമ്പാർട്ട്മെൻറ്റ് ഈസ് സപ്ലൈഡ് ബൈ ഒബ്ചുറേറ്റർ നെർവ്. നെക്സ്റ്റ് ഈസ് ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ലെഗ് and dorsum of the foot. It is supplied by deep peroneal nerve. This supplies in the deep peroneal nerve. Okay. Deep peroneal nerve ആണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ബാക്ക് ഓഫ് ദ ലെഗ്. ബാക്ക് ഓഫ് ദ ലെഗ് is supplied by, back of the leg is supplied by tibial നെർവ്. ബാക്ക് ഓഫ് ദ ലെഗ് നെർവാണ് സപ്ലൈ ചെയ്യുന്നത്. ബാക്ക് ഓഫ് ദ ലെഗിലെ മസിൽസ് എല്ലാം സപ്ലൈ ചെയ്യുന്നത് ടിബിയൽ നെർവാണ്. ഓക്കെ. ലാറ്ററൽ സൈഡ് ഓഫ് ദ ലെഗിലെ മസിൽസ് സപ്ലൈ ചെയ്യുന്നത് സൂപ്പർഫിഷ്യൽ പെറോണിയൽ നെർവ്. സപ്ലൈഡ് ബൈ സൂപ്പർഫിഷ്യൽ പെറോണിയൽ നെർവ്. ഓക്കെ. ഒന്നുകൂടി പറയാം. നമ്മുടെ front of the thigh supplied by femoral nerve, back of the thigh is supplied by tibial part of sciatic nerve, medial side of the thigh അഥവാ adductor compartment is supplied by obturator nerve, anterior compartment of the leg and dorsum of the foot is supplied by peroneal nerve, back of the leg is supplied by tibial nerve, lateral side of the leg is supplied by superficial peroneal nerve. Okay, so these are the muscles of lower limb. I hope എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഈ മസിൽസ് ഓഫ് ലോവർ ലിംബിൻ്റെ വിശദമായ നോട്ടുണ്ട്, നല്ല വൃത്തിക്ക് എഴുതിയ നോട്ടുണ്ട്. ആ നോട്ട് ഞാൻ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. മസിൽസ് ഓഫ് ലോവർ ലിംബ് കണ്ടോ, നല്ല വൃത്തിക്ക് എഴുതിയ നോട്ടുണ്ട്. ഈ നോട്ട് ഞാൻ ഇൻസ്റ്റാ പേജിൽ അത് ഇതിൻ്റെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിൽ അപ്ലോഡ് ചെയ്യാം.
പിന്നെ ആ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ മടിയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് ആ മറ്റേ ഇൻസ്റ്റാ പേജിൽ DM അയച്ചാൽ മതി. ഞാൻ അതിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മാക്സിമം നന്നായിട്ട് മസിൽസ് ഒക്കെ നല്ല രീതിക്ക് പഠിക്കാൻ ശ്രമിക്കണം. മസിൽസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും വരാം. സോ അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.